everyone. Welcome to Bosco Campus Vision. I am Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Hi everyone. This is the 28th lecture of Company Administration. Here in this session, I am going to deal with the corporate veil. It is an important provision in the corporation law, that is company law, and it protects the shareholders from being personally liable for the company's debts and other obligations. Corporate veil, a legal concept that separates the personality of a corporation from the personalities of its shareholders and protects them from being personally liable for the company's debts and other obligations. This protection is not ironclad or impenetrable, where a court determines that a company's business was not conducted in accordance with the provisions of corporate legislation. It may hold the shareholders personally liable for the company's obligations under the legal concept of lifting the corporate veil. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ കോൺസെപ്റ്റാണ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പോലെ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് പോലെ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമമാണ്. എന്നാൽ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമമാണ്. എന്നാൽ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമമാണ്. കോർപ്പറേറ്റ് വെയിൽ പ്രകാരം കമ്പനി ലോയിൽ പറയുന്നത് കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും രണ്ടാണ്. കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. കോടതി മനസ്സിലാക്കുകയാണ് കമ്പനി ലോ നിയമങ്ങളൊന്നും പാലിച്ചല്ല ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻലീഗലാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന ലീഗൽ കോൺസെപ്റ്റ് പ്രകാരം കമ്പനിയുടെ എല്ലാ ബാധ്യതകളുടെയും ഉത്തരവാദിത്തം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഒന്നുകൂടി നോക്കാം. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ലോസ് അല്ലെങ്കിൽ കമ്പനി ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതായത് ആസ് പെർ ദിസ് കോർപ്പറേറ്റ് വെയിൽ അല്ലെങ്കിൽ ആസ് പെർ ദിസ് കോൺസെപ്റ്റ് കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ സെപ്പറേറ്റ്. കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും ഡിഫറെൻ്റ് ആണ്, രണ്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എന്തെങ്കിലും ലയബിലിറ്റീസ് അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ഡെറ്റ്സ് അതിന് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ അല്ല. എന്നാൽ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അതായത് കമ്പനി എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിനകത്ത് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ലോ അനുസരിച്ചല്ല ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ കോർട്ടിന് ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യും, കമ്പനിയുടെ ലയബിലിറ്റീസിനെ റെസ്പോൺസിബിൾ ആക്കും. അങ്ങനെ കോർട്ട് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ലയബിലിറ്റീസിനും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ലയബിൾ. നെക്സ്റ്റ് ഇസ് facing or lifting the corporate veil. Scenarios under which courts consider facing or lifting the corporate veil are as below. Number 1 is to determine the character of the company. There are cases where the courts need to understand if the company is an enemy or friend. In such cases, the courts adopt the test of control. The courts usually avoid piercing the corporate veil unless the public interest is in danger. However, to ascertain if a company is an enemy, the court might choose to do so. So, how can a company be an enemy? It does not have a mind or consciousness and cannot be a friend or foe. However, if the affairs of a company are under the control of people from an enemy country, then the company might be an enemy too.
In such case, the court may examine the character of the humans who are at the helm of affairs of the company. Before lifting the corporate veil, the court have to analyze whether the company is a friend company or enemy company. The company is working for the people from an enemy country, then the court will lift the corporate veil and the shareholders are responsible for any kind of liabilities of the company. അടുത്തായിട്ട് നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് കോർട്ട് ഈ കോർപ്പറേറ്റ് വെയിലിൻ്റെ ആനുകൂല്യം ഷെയർ ഹോൾഡേഴ്സിന് നൽകാതിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദി ക്യാരക്ടർ ഓഫ് ദി കമ്പനി. അതായത് നമ്മുടെ കമ്പനിയുടെ ക്യാരക്ടർ എന്താണ്, കമ്പനിയുടെ ക്യാരക്ടർ ഒരു ഫ്രണ്ട് കമ്പനിയാണോ അല്ലെങ്കിൽ കമ്പനി ഒരു എനിമി കമ്പനിയാണോ. നമ്മളെപ്പോഴാണ് ഒരു കമ്പനി എനിമി കമ്പനി എന്ന് പറയുന്നത്? കമ്പനി നമ്മുടെ ശത്രു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ശത്രു രാജ്യത്തിലെ ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലാണ് ഈ കമ്പനി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെങ്കിൽ നമുക്ക് പറയാം ഈ കമ്പനി എന്താണ്, ഒരു എനിമി കമ്പനിയാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല കമ്പനി പ്രവർത്തിക്കുന്നത്, മറിച്ച് മറ്റേതോ ഒരു ശത്രു രാജ്യത്തിൻ്റെ ആജ്ഞകളനുസരിച്ച് അല്ലെങ്കിൽ ശത്രു രാജ്യത്തിൻ്റെ കൺട്രോളിലാണ് ഈ കമ്പനിയെങ്കിൽ നമുക്ക് പറയാം ഈ കമ്പനി എന്താണ്, ഒരു എനിമി കമ്പനിയാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? ഇല്ല. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും ആര് ഏറ്റെടുത്തേ പറ്റൂ, ഷെയർ ഹോൾഡേഴ്സ് ഏറ്റെടുത്തേ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ക്യാരക്ടർ ഒരു എനിമി കമ്പനി ആണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് വൺ ഇസ് ടു പ്രൊട്ടക്റ്റ് റവന്യൂ ഓർ ടാക്സ്. ഇൻ മാറ്റേഴ്സ് concerning evasion of tax, duties, etc., the court might disregard the corporate entity. Imagine a company that is used to evade tax. In such case, facing the corporate veil allows the court to understand the real owner of the income of the company and make the said person liable for the legitimate taxes. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു കമ്പനി ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോർട്ടിന് മനസ്സിലായി ഈ കമ്പനി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് അവരുടെ ശരിക്കുമുള്ള ഇൻകത്തിനുള്ള ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. അതായത് ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുകയില്ല, കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ലയബിലിറ്റീസിനും ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ ആയിരിക്കും. അവർ തന്നെയായിരിക്കും കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും എല്ലാ ഡെറ്റ്സും പേ ഓഫ് ചെയ്യേണ്ടത്. Third one is if trying to avoid a legal obligation. Sometimes the members of a company can create another company or subsidiary company to avoid certain legal obligations. In such cases, piercing the corporate veil allows the courts to understand the real transactions. Imagine a company liable to share 20% of its profit with its employees as a bonus. This is a legal obligation. To avoid this, the company opens a wholly owned subsidiary company and transfers its investment holdings to it. The new company formed has no assets of its own and no business income either. It is completely dependent on the principal company. By doing so, the principal company reduced the amount of bonus liable to be paid to its employees. The courts, by piercing the corporate veil, can understand the real intention of the principal company and ensure that it fulfills its legal obligation. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് കമ്പനി ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് വെയിലിൻ്റെ പ്രൊട്ടക്ഷൻ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിൻ്റെ 20% എംപ്ലോയീസിന് ബോണസായിട്ട് നൽകാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അത് ആ കമ്പനിയുടെ ഒരു ലീഗൽ ഓബ്ലിഗേഷനാണ്. എന്നാൽ ഈ ലീഗൽ ഓബ്ലിഗേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി കമ്പനി എന്ത് ചെയ്തു, ഒരു പുതിയ സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്തു.
അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ആ സബ്സിഡറി കമ്പനിയിലേക്ക് മാറ്റി. എന്നാൽ ഈ പുതിയ കമ്പനിക്ക് ബിസിനസ് ഇല്ല, അതിന് സ്വന്തമായിട്ട് അസറ്റ്സ് ഇല്ല, ആ കമ്പനിക്ക് ഇൻകം ഒന്നും തന്നെ ഇല്ല. ഈ സബ്സിഡറി കമ്പനി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പൽ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയീസിന് നേരത്തെ കൊടുക്കാമെന്ന് ഏറ്റിരുന്ന 20% പ്രോഫിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതായത് എംപ്ലോയീസിന് ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആ ആക്ടിവിറ്റി ആ കമ്പനി ചെയ്തത് ഈ ലീഗൽ ഓബ്ലിഗേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് യാതൊരുവിധ പ്രൊട്ടക്ഷനും കിട്ടത്തില്ല. അതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന എല്ലാ ലയബിലിറ്റീസിനും ഷെയർ ഹോൾഡേഴ്സ് ഉത്തരവാദികളായിരിക്കും. Fourth one is forming subsidiaries to act as agents. Sometimes the basis of the formation of a company is to act as an agent or trustee of its members or of another company. In such cases, the company loses its individuality in favor of its principal. Also, the principal is liable for the acts of such a company. നാലാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെയോ ഏജൻറ്റോ ട്രസ്റ്റിയോ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്തതെങ്കിൽ ആ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലായിരിക്കാം. പ്രിൻസിപ്പൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ കമ്പനി ആക്ട് ചെയ്തിരിക്കുന്നത് അയാൾക്കായിരിക്കും ഈ കമ്പനിയുടെ എന്ത് ലയബിലിറ്റി വന്നാലും ആ ബാധ്യതയെല്ലാം പ്രിൻസിപ്പലിനായിരിക്കും. അതായത് ഏത് മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ ട്രസ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടാണോ നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സ്റ്റാർട്ട് ചെയ്ത പുതിയ സബ്സിഡറി കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഇല്ലായിരിക്കും. പ്രിൻസിപ്പൽ, അതായത് മറ്റേതെങ്കിലും കമ്പനി ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക്, പ്രിൻസിപ്പലിനായിരിക്കും ഈ പറയുന്ന കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസിൻ്റെയും ഉത്തരവാദിത്തം. Fifth one is a company formed for fraud or improper conduct or to defeat the law. In cases where a company is formed for some illegal or improper purposes like defeating the law, the courts might decide to lift or pierce the corporate veil. അഞ്ചാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലീഗൽ പർപ്പസസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കോർപ്പറേറ്റ് വെയിലിൻ്റെ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുകയില്ല. കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ലയബിലിറ്റീസിനും ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരായിരിക്കും. Okay students, this is all for this session. Thank you for watching. Stay safe at home.